രണ്ട് വ്യത്യസ്ത രീതികളിൽ ആസ്വാദനം സാധ്യമാവുന്ന ഇമാജിനേഷന്റെ രണ്ട് എക്സ്ട്രീം തലങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സാധ്യമാവുന്ന രണ്ട് പരീക്ഷണ ചിത്രങ്ങൾ: പെണ്ണും പൊറാട്ടും, മസ്തിഷ്ക മരണവും. മസ്റ്റ് വാച്ച് മൂവീസ് ഇൻ തിയേറ്റേഴ്സ് ദിസ് വീക്ക്. പെണ്ണിന്റെ പേരിൽ പുരുഷന്മാർ ചെയ്തു കൂട്ടുന്ന വൈകൃതങ്ങളിലൂടെ കഥ പറയുന്ന പെണ്ണും പൊറാട്ടും. മനുഷ്യന്റെ സ്വകാര്യ ഓർമ്മകൾ ചിപ്പുകളിലാക്കി വിൽക്കുന്ന ഫ്യൂച്ചർ കൊച്ചിയുടെ വിചിത്ര മുഖം കാണിച്ചു തന്ന മസ്തിഷ്ക മരണം. എത്ര വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ട് പ്ലോട്ടുകളല്ലേ. രണ്ട് കാലങ്ങൾ, കുറേ മനുഷ്യർ, അവരുടെ രൂപവും കോലവും സംസാര രീതിയും എല്ലാം തമ്മിൽ പോലും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ റിലീസിനെത്തുന്നതോ ദിവസങ്ങളുടെ ഇടവേളകളിൽ. അതാണ് മലയാള സിനിമയ്ക്ക് സാധ്യമാവുന്ന മാജിക്കും മലയാളി ആസ്വാദകരുടെ ഒരു കപ്പാസിറ്റിയും. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാഷ കൊണ്ടുവരാൻ ശ്രമിച്ച സംവിധായകനാണ് കൃഷാന്ത്. പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങളിലും അയാൾക്ക് മാത്രം സാധ്യമാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. നാടകവേദികളിൽ പയറ്റിത്തെളിഞ്ഞ കലാകാരൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധായകനാവുമ്പോൾ അവിടെയും സാധ്യമായത് മലയാളത്തിൻ്റെ സിനിമാ യാത്രയിൽ ഒരു മൈൽ സ്റ്റോൺ എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിർച്വൽ ലോകത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി. അയാൾ സ്വന്തം ഓർമ്മകളെ നിശ്ചലമാക്കി മറ്റൊരാളുടെ ഓർമ്മകളിൽ ജീവിക്കാൻ ശ്രമിക്കുന്നിടത്താണ് മസ്തിഷ്ക മരണത്തിൻ്റെ കഥ തുടങ്ങുന്നത്. പുതിയ ഓർമ്മകൾക്കായി അയാൾ ആശ്രയിക്കുന്നത് അയാളുടെ തന്നെ കൗമാരകാലത്തെ ഹരമായിരുന്ന ഫ്രീഡ സോമൻ എന്ന സിനിമാ താരത്തെയാണ്. ഒരു ഡിജിറ്റൽ ചിപ്പിൻ്റെ സഹായത്തോടെ നടിയുടെ ഏറ്റവും സ്വകാര്യമായ ഓർമ്മകളിലേക്ക് അയാൾ കടന്നു ചെല്ലും. തൻ്റെ മെമ്മറി ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഫ്രീഡ പോലീസിനെ സമീപിക്കുന്നതും തുടർന്നുള്ള വിചിത്രവും രസകരവുമായിട്ടുള്ള വിചാരണയും ഒക്കെയാണ് മസ്തിഷ്ക മരണം പറയുന്നത്. സ്വപ്നതുല്യമായ ഫാന്റസിയിലൂടെ ഫ്രഷ് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ചിത്രം. ഫ്യൂച്ചർ കൊച്ചിയിൽ നിന്ന് രാജേഷ് മാധവന്റെ പട്ടടയിലേക്ക് വന്ന അവിടെ രണ്ട് വ്യത്യസ്ത ലോകമാണുള്ളത്. പുരുഷ കാമനകളുടെ ലോകവും വേർതിരിവുകളില്ലാത്ത മൃഗങ്ങളുടെ ലോകവും. പ്രേക്ഷകന് ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവ വൈകൃതങ്ങളുള്ള രസകരമായിട്ടുള്ള കുറേ മനുഷ്യർ. ഉടനീളം കഥയെ താങ്ങി നിർത്തുന്ന സുട്ടു എന്ന നായ ഉൾപ്പെടുന്ന മൃഗങ്ങളുടേതായ മറ്റൊരു ലോകം. ബ്ലാക്ക് ഹ്യൂമർ പ്രയോഗമാണ് ഈ രണ്ട് ചിത്രങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമെന്ന് തോന്നിയിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം, സ്വകാര്യത, കൺസെന്റ്, പുരുഷാധിപത്യം തുടങ്ങി പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കഥാപരിസരങ്ങൾ. രണ്ടും തിയേറ്റർ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് തിയേറ്റർ കാഴ്ച ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. ഇത്തരം പരീക്ഷണ ചിത്രങ്ങളിലൂടെ ആസ്വാദന രീതിയിലെ മീറ്റർ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് കേരളം. ഓസ്കർ അക്കാദമിയിൽ കയ്യടി നേടിയ ഭ്രമയുഗമാണല്ലോ അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണം.